ചേർത്തലയിൽ നിന്നും രാധാമണി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീമതി രാധാമണി. താങ്കൾ ആലപ്പുഴക്കാരിയാണ്. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ജനനായകനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം മരിച്ചിട്ട് 22 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ കാണുന്ന ജനപ്രവാഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കാലിന് സുഖമില്ലാത്ത ഒരാളാണ്. അങ്ങേര് ചേർത്തല കഞ്ഞിക്കുഴിയിൽ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അങ്ങേര് മരിച്ചെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ അങ്ങേരുണ്ടാകും. ഇനി എത്ര കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആരിനി മരിച്ചാലും ഇതുപോലെ ഒരു ജനപ്രവാഹം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും കരുതണ്ട. എനിക്ക് ഇത്രേ ഈ സമയത്ത് പറയാനുള്ളൂ. ഞാൻ 1000 ആദരാജ്ഞങ്ങൾ വീട്ടിയിരുന്നുകൊണ്ട് അർപ്പിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജനപ്രവാഹം. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി രാധാമണി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലെ നിറസാന്നിധ്യമായിരുന്ന VS അച്യുതാനന്ദൻ വിടവാങ്ങുകയാണ്. കർക്കശ്യമുള്ള സെക്രട്ടറിയായി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ VS അരയും തലയും മുഴക്കി രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്കുള്ളിലെ പോരാട്ടവും ശുദ്ധകലശവും പ്രധാന ചുമതലയായി കണ്ടു എന്ന് വിമർശിക്കുന്നവരും കുറവല്ല. കേരളത്തിലെ ക്രൗഡ് പുള്ളർ എന്ന വിശേഷണമായിരുന്നു MV രാഘവനടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ഈ ഘട്ടത്തിലായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ 8 പതിറ്റാണ്ട് ഇപ്പോൾ പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പം ചേരുന്നു. കാളിദാസ്, നിലവിൽ അവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും വൻ ജനാവലി തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നീണ്ട നിരയുടെ ആ ഒരു വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ പോലും നിരവധി ആളുകൾ വീണ്ടും എത്തിച്ചേരുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒറ്റവരി ക്യൂ അല്ല, അല്ലെങ്കിൽ നമ്മൾ AKG സെന്ററിൽ കണ്ടുപോലത്തെ ഒരു ഒറ്റവരി ക്യൂ അല്ല, ആ ക്യൂ വീണ്ടും ആ പല നിരകളാക്കി മാറ്റി ഈ ഒരു തിരക്ക് എത്രയും വേഗം കുറയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഈ പോലീസും അതോടൊപ്പം തന്നെ റെഡ് വോളണ്ടിയർമാരും. ആ ക്രമീകരണങ്ങളൊക്കെ വീണ്ടും അവസാന വട്ട ക്രമീകരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 9 മണിയോടുകൂടി ഇവിടെ തുടങ്ങേണ്ടിയിരുന്ന ഈ ഒരു പൊതുദർശനം അത് വീണ്ടും നീളുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. 12 മണിക്ക് ശേഷമാണ് VS തിരുവനന്തപുരത്ത് നിന്നും വിലാപയാത്രയോടെ ഇങ്ങ് ആലപ്പുഴയുടെ മണ്ണിൽ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഈ ഒരു പൊതുദർശനം ആരംഭിച്ചത്. പൊതുദർശനം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ നിരയിലെ ആളുകളുടെ എണ്ണം, ജനബാഹുല്യം കുറയുന്നുണ്ട്. ഇതോടൊപ്പം ഈ ഒരു ജനബാഹുല്യം മാത്രമല്ല, ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും ജനബാഹുല്യം നിറഞ്ഞു നിൽക്കുന്നു. അവർ ആ ഒരു ജനനിബിഡമായി തന്നെ വാഹനത്തിൽ അവർ പലതരം വാഹനങ്ങളിലെത്തി VSനെ കാണാനായി എത്തുന്നുണ്ട്. വേലിക്കകത്തെ വീട്ടിലേക്കും ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്കും ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും. ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഏറ്റവും ഒടുവിൽ പൊതുദർശനം ഉണ്ടാവുക. CPIMനെ സംബന്ധിച്ച് ആലപ്പുഴയിൽ പാർട്ടിയുടെ വളർച്ചയെ സംബന്ധിച്ച് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടതാണ്. കാരണം ഇവിടെ CPIMന്റെ പാർട്ടി സമരങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത് ആ റീക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. ആ ബീച്ചിലെ ആ സമുദ്രത്തിനെ സാക്ഷിയാക്കിയാണ് ഇവിടെ പല സമരങ്ങളും തുടക്കമിട്ടിരിക്കുന്നത്. ആ സഖാവ് VS അടക്കം തുടക്കമിട്ട സമരങ്ങൾക്ക് ആ അറബിക്കടൽ അന്ന് സാക്ഷിയായിട്ടുണ്ട്. ആ സമരങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ തന്നെ വീണ്ടും ചർച്ചയാകുന്നു ഈ ഒരു നിമിഷങ്ങളിൽ പോലും. അല്ലെങ്കിൽ VSന്റെ നിലപാടുകൾ എന്നും എല്ലാ കാലത്തും ഭൂമിയുള്ളിടത്തോളം കാലം
സംസാരിക്കും. അത് ഓർമ്മകളിൽ ഉണ്ടാവും. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വീണ്ടും വീണ്ടും എത്തിച്ചേരുന്ന ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും തങ്ങളുടെ പ്രിയപ്പെട്ട VS-നെ ഒരു നോക്ക് കണ്ട് തിരിച്ചു മടങ്ങുന്നു. എന്നാൽ കണ്ട് മതിയാകുന്നില്ല ഓരോ പ്രവർത്തകർക്കും അണികൾക്കും. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അത് കാണാനുള്ള ഒരു അവസരം കൂടി അവർ ഇവിടെ നിന്നും, ഈ വേലിക്കകത്തെ വീട്ടിൽ നിന്നും തിരിച്ച് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന കുറെ പ്രവർത്തകരെയും നമ്മൾ കൊണ്ട് അവിടെ നിന്നുകൂടി നേതാവിനെ ഒന്നും കൂടി കാണാൻ സാധിച്ചാലോ എന്നുള്ള ആ പ്രതീക്ഷയാണ് ആ കണ്ണുകളിലൊക്കെ കാണാൻ സാധിച്ചത്. അങ്ങനെയുള്ള ജനങ്ങൾ ഇടിച്ചു കയറി ഇരച്ചു കയറി വരുന്നുണ്ട് ഈ വേലിക്കകത്തെ വീട്ടിലേക്ക് എന്നുള്ളതാണ് അത്ഭുതം എന്നേ പറയാൻ പറ്റൂ. അഭൂതപൂർവമായ ഈ ഒരു തിരക്കിൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് CPM പ്രവർത്തകരും ഒപ്പം തന്നെ CPM നേതാക്കളും അടക്കം. ഇപ്പോൾ നിലവിൽ ഈ ഒരു ക്രമീകരണത്തിലെ സമയമാറ്റം ഉണ്ടായിട്ടുണ്ട്. ക്രമീകരണത്തിലെല്ലാം സമയമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3:30 ഇവിടെ ഈ ഒരു പൊതുദർശനം, വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ 3:30-ക്കുള്ളിൽ അത് പൂർത്തിയാകുമോ എന്നുള്ള ആശങ്കയും അതേ സമയം തന്നെ നിലനിൽക്കുന്നുണ്ട്. 3:30 ആയാലും 4:30 ആയാലും അത്ഭുതമില്ല. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങളിൽ ഊന്നി തന്നെയാണ് ഇവിടെ നിന്നും VS-ന്റെ ഓർമ്മകളുമായി നിരവധി പേർ, മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ അവിടെ നിന്ന് VS-നെ കണ്ട് VS-നെ കാണാനായി എത്തിയ ജനങ്ങളുടെ പ്രതികരണമെല്ലാം കേട്ട് അവർ വീണ്ടും അങ്ങനെ മടങ്ങുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച സൂചനകൾ. 4 മണിയോടുകൂടി തന്നെ സംസ്കാരമെല്ലാം പൂർത്തിയാകുമെന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ജനബാഹുല്യം തന്നെ ആ ഒരു സമയമാറ്റത്തിന് തുടക്കമിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയമാറ്റം വേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടി നേതാക്കളെ അടക്കം കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും അല്ലെങ്കിൽ നേരം ഇരുട്ടിയാലും ചിലപ്പോൾ പൊതുദർശനം നീണ്ടുപോവുകയുള്ളൂ. അങ്ങനെ നീണ്ടുപോയാലും അത്ഭുതമില്ല. അത്രത്തോളം പ്രവർത്തകരാണ് VS-നെ കാണാൻ വേണ്ടി എത്തുന്നത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കാളിദാസ് ഇപ്പോൾ DC ഓഫീസിൽ, ആലപ്പുഴ DC ഓഫീസിലും നിരവധി നേതാക്കൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? DC ഓഫീസിലും ഇതേ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ദീപ്തി. എന്തായാലും ഈ ഒരു വേലിക്കകത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാകും VS-നെ അങ്ങോട്ട് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോവുക. ഇതോടൊപ്പം തന്നെ ആ ഒരു വിലാപയാത്രയ്ക്ക് സമാനമായ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ബാലസുബ്രഹ്മണ്യൻ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമസ്കാരം. VS അച്യുതാനന്ദൻ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു വികാരമാണ്. കേരളത്തിൻ്റെ ഒരു പൊതുവികാരം. അദ്ദേഹം എല്ലാ വിഭാഗം ആളുകളെയും വിമർശിക്കേണ്ടവരെ നിശിതമായി വിമർശിക്കുകയും കൂടെ ചേർത്ത് പിടിക്കേണ്ടവരെ കൃത്യമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ജനനായകനാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നു. അത് കേരളത്തിന് ഒരു നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. നമസ്കാരം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ബാലസുബ്രഹ്മണ്യൻ. ഇതിൽ നിന്ന് രാധ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീമതി രാധ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? എനിക്ക് എൻ്റെ ചേട്ടൻ നല്ല പാർട്ടിയുടെ ആളാണ്, പാർട്ടിയുടെ മറ്റേ ഇതിൻ്റെ ആളാണ്. അപ്പൊ ഞാൻ നല്ല നമ്പർ കണ്ടപ്പോ വിളിച്ച് ആൾക്ക് ഒരു ലാൽസലാം പറയാൻ വിജയിച്ചു. ശരി, വളരെയധികം നന്ദി. നിരവധി ആളുകളാണ് VS അച്യുതാനന്ദന് ആദരമർപ്പിക്കാൻ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനായി
കേരള വിഷൻ ന്യൂസിലേക്ക് വിളിക്കുന്നത്. കാരഭരിതമായി നിരവധി ആളുകൾ അവരുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി ആളുകൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയിലും തിരുവനന്തപുരത്തും അടക്കം നിരവധി ആളുകൾ ഈ 2 ദിവസമായി അദ്ദേഹം മരിച്ച ദിവസം മുതൽ അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ലാഭയാത്രയിലുടനീളം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ നിരവധി ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒപ്പമുണ്ടായിരുന്നു. 22 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്കൊടുവിൽ എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പിറന്ന മണ്ണിലേക്ക് അവസാനമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഉത്തമൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ഉത്തമൻ, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? VS എന്ന് പറഞ്ഞാൽ അച്യുമാമ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും വിളിക്കുന്ന അച്യുമാമൻ എന്നാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇതുപോലെ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഒരു മുഖ്യമന്ത്രി, നമുക്ക് നിലവിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് വലിയതായ ദുഃഖമുണ്ട്. നല്ല മനുഷ്യനായിരുന്നു. പാവപ്പെട്ടവന് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ രാജ്യത്തിൽ നല്ലപോലെ പ്രവർത്തിച്ച ഒരു മഹാനായിരുന്നു. പിന്നെ ആർക്കും ഏത് സാധാരണപ്പെട്ടവനും പാവപ്പെട്ടവനും നേരിൽ കണ്ട് സംസാരിക്കാനൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. കയറി ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്ന് പറയത്തില്ലായിരുന്നു, ഒറ്റ ചങ്കേ ഉള്ളായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. പുള്ളിയും കള്ളക്കടത്തിലും കമ്മട്ടത്തിലും പുള്ളിയുടെ മോനെയും കേസിലാക്കാനും തീരുമാനിച്ചത്. അതെല്ലാം പുള്ളി രക്ഷപ്പെട്ടു പോകുന്നു. പുള്ളി ഒന്നും കട്ടും ഓടിച്ചിട്ടില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ മരണം നമുക്ക് വലിയൊരു സങ്കടപരമായ കാര്യമായിരുന്നു. അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. തീർച്ചയായും മറ്റു വാക്കുകളൊന്നുമില്ല. വളരെയധികം നന്ദി ശ്രീ ഉത്തമൻ. ഇപ്പോൾ പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പം ചേരുന്നു. കാളിദാസ്, നിരവധി ആളുകൾ ഇപ്പോഴും പൊതുദർശനത്തിന് അദ്ദേഹത്തിനെ അവസാനമായി കാണുവാനായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3:30 വരെ ഈ ഒരു പൊതുദർശനം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം DC ഓഫീസിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും. അവിടെ നിരവധി നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. കാളിദാസ്, തുടരാം. അതുതന്നെയാണ് ദീപ്തി. കമ്മിറ്റി ഓഫീസിലേക്കും ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും ഒക്കെ അണികൾ, പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇവിടുത്തെ തിരക്ക് അങ്ങനെ കുറയുന്നതിനനുസരിച്ച് അപ്പുറത്ത് പൊതുദർശനം നടക്കാനിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തിരക്കേറി വരികയാണ്. ഇവിടെ നിന്നും കണ്ടിട്ട് മടങ്ങുന്ന പ്രവർത്തകർ പോലും അങ്ങോട്ട് എത്തുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് വീണ്ടും VSനെ കാണുക എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് അവർ വീണ്ടും മറ്റ് പൊതുദർശനം നടക്കുന്ന വേദികളിലേക്ക്, ആ ചടങ്ങ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് എന്നുള്ള തരത്തിലൊക്കെ ചില വിവരങ്ങൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ നിരവധി പേർ ഇത്രയും സമയം ഈ VSന് വേണ്ടി കാത്തിരുന്ന അപാലവൃദ്ധം ജനങ്ങളിൽ പലരും വെയിലേറ്റ് വാടിത്തളർന്ന് വീണു പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അവരെ റെഡ് വോളണ്ടിയർമാർ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതിൽ പോലും ഒട്ടും തളരാതെ മുന്നോട്ട് തന്നെ എന്നുള്ള ആ ഒരു നിലപാട് സ്വീകരിച്ച് തന്നെ ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. VSനെ കാണാനായി, VSനെ കണ്ട് ഒരു നോക്ക് കണ്ട് ആദരമർപ്പിക്കാനായി, 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി തങ്ങൾ എത്തിച്ചേർന്നു VSയെ എന്ന് ഒരു അമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ അങ്ങനെ നിൽക്കുന്നു. ആ ഒരു ആവേശമാണ്, ആ ഒരു വികാരമാണ് VS എന്ന വികാരം. ആ ഒരു വികാരത്തിന് മരണമില്ലാത്ത വികാരമാണ്. അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് അടുത്ത മണിക്കൂറുകളിലെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം വലിയ ചുടുകാട്ടിലെ പുന്നപ്ര വയലാർ സമര പോരാളികൾക്കൊപ്പം അന്തിയുറങ്ങാനായി, അവസാനത്തെ നിതാന്ത പോരാട്ടത്തിനായി VS ചെല്ലുമ്പോൾ അഗ്നിയിൽ എരിഞ്ഞിറങ്ങുമ്പോൾ പോലും അവസാനിക്കുന്നില്ല ആ ഇടപെടലുകളുടെ കാലം, ആ സമരങ്ങളുടെ ഇടവേളകളില്ലാത്ത ആ സമരങ്ങളുടെ ആ കാലം. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് വളർത്തി വന്ന അല്ലെങ്കിൽ VS എന്ന ആ നേതാവിനെ വളർത്തിയെടുത്ത ആലപ്പുഴയുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ ഓർമ്മകൾ ഇപ്പോഴും അങ്ങനെ നേതാക്കളിൽ, അണികളിലൊക്കെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും കാളിദാസ്, നമുക്കറിയാം ഈ ഒരു വലിയൊരു ജനാവലി തന്നെയാണ് അദ്ദേഹത്തെ കാണാനായി എത്തുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹം. ജനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചൊരു നേതാവാണ്. നിലയുറപ്പിച്ചൊരു നേതാവായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രായഭേദമന്യേ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു പാർട്ടി നേതാവായി അല്ല PS അച്യുതാനന്ദനെ ഓരോരുത്തരും കാണുന്നത് എന്ന് നമുക്ക് ഈ ഒരു പ്രതികരണങ്ങൾ, നമുക്ക് ഈ 2 ദിവസം വന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ഒരു പൊതുദർശനം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നായാലും വിലാപയാത്രയിലുടനീളമാണെങ്കിലും എത്തിയ ആളുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു പാർട്ടി നേതാവ് എന്നതിനുപരി ഒരു ജനനായകനായാണ് അദ്ദേഹത്തെ കണ്ടത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കും. കാളിദാസ്. അതെ, അങ്ങനെ തന്നെ പറയാം ദീപ്തി. കാരണം രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ CPIM-ന്റെ മുതിർന്ന പ്രവർത്തകൻ, CPIM എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ എന്നതിലുപരി VS-ന് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ നേടാൻ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇവിടെ ഇപ്പോൾ ഈ വന്നുകൂടിയിരിക്കുന്ന ഈ ഒരു ജനക്കൂട്ടം. പടയൊരുക്കം പോലെയാണ്, അല്ലെങ്കിൽ പടയിളകി വരുന്നത് പോലെയാണ് ജനങ്ങൾ ആർത്ത് ഇരമ്പി വരികയായിരുന്നു. അവരുടെ ഉള്ളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു. VS-നെ ജീവനോടെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വേദനകൾ വരെ പങ്കുവെച്ച അണികളൊക്കെ ഉണ്ട് അവിടെ. മലബാർ മേഖലയിൽ നിന്നും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം വന്നവർ, തമിഴ്നാട്ടിൽ നിന്നും വന്നവർ, പാലക്കാട് നിന്നും വന്നവർ. PS അച്യുതാനന്ദനെ സംബന്ധിച്ച് പാലക്കാടൻ മണ്ണ് എന്ന് പറയുന്നത് VS-ന്റെ തട്ടകമായിരുന്നു. മലമ്പുഴ മണ്ഡലം എന്നും VS-നൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. അമ്പലപ്പുഴയിൽ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും സ്വന്തം നാട്ടിൽ അമ്പലപ്പുഴയിൽ 2 മണ്ഡലങ്ങൾ, അമ്പലപ്പുഴയിൽ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും, അത് കഴിഞ്ഞ് മാരാരിക്കുളത്ത് തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും പാലക്കാടൻ മണ്ണ് VS-നൊപ്പം തന്നെയായിരുന്നു. അങ്ങനെ പാലക്കാട് നിന്നും മലമ്പുഴയിൽ നിന്നും VS-ന്റെ ഒരു കാലത്തെ മണ്ഡലമായിരുന്ന, തട്ടകമായിരുന്ന മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും നിരവധി പ്രവർത്തകർ വന്നു. അവരും പറയുന്നു, ഞങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കും VS, മരണമില്ല. VS എന്ന 2 അക്ഷരത്തിന് ഇനിയുള്ള കാലം VS നടത്തിയ നിലപാടുകൾക്ക്, VS നടത്തിയ പ്രസംഗങ്ങൾക്ക് മികച്ച പ്രാസംഗികൻ കൂടിയായിരുന്നു. ആ നീട്ടിക്കുറക്കിയ വാചക കസർത്ത് എന്ന് പലരും കളിയാക്കി പറയുമെങ്കിൽ പോലും അതൊരു വാഗ്ധോരണിയായിരുന്നു. ആ നീട്ടിക്കുറക്കിയ വാഗ്ധോരണിയിൽ കാലിടറി വീണിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കൾ ഓരോ കാലഘട്ടത്തിലും. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടു തഴമ്പിച്ച, അല്ലെങ്കിൽ VS നമ്മളെ വിട്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ വരെ നിലനിൽക്കുന്ന ആ വാക്കുകളാണ് ഈ നിമിഷങ്ങളിൽ പോലും അങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വാക്കുകൾ യൗവനം എന്നുള്ളതാണ്, വിപ്ലവ യൗവനം എന്നുള്ളതാണ്. തല നരയ്ക്കുന്നതല്ല എന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് VS. ആ കാലഘട്ടത്തിൽ അത് വലിയ രീതിയിൽ ആഞ്ഞടിച്ചു, അത് അലയടിച്ചു. അന്ന് മറ്റ് പാർട്ടികളിൽ, അല്ലെങ്കിൽ അന്ന് ആ ഒരു പ്രസ്താവന നടത്തിയ, അല്ലെങ്കിൽ 87-കാരനായി VS അച്യുതാനന്ദന് നേരെ ആ ഒരു പ്രസ്താവന നടത്തിയ കോൺഗ്രസിന്റെ ഇന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും ഒന്ന് അടി പതറിപ്പോയി ആ 87-കാരന്റെ മുമ്പിൽ, 87-കാരന്റെ ആ വാഗ്ധോരണിക്ക് മുൻപിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായെന്ന് പറയുന്നത്. ആ ഒരു വിപ്ലവ യൗവനം ഇനിയൊരു നിത്യ യൗവനമായി വലിയ ചുടുകാട്ടിൽ അന്തിയുറങ്ങും, അന്ത്യവിശ്രമം കൊള്ളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജനങ്ങൾ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കവിതാ ശകലങ്ങളും കൂടി അങ്ങനെ അലയടിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു കവിതാ ശകലം. ഏറ്റവും ഒടുവിൽ VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് നടത്തിയ വലിയൊരു ഒരു കോളിളക്കം തീർത്ത ഒരു പ്രസ്താവന കൂടിയായിരുന്നു അത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടത്. കാരണം VS തിരുമുമ്പ് എന്ന് പറയുന്ന ഒരു വിപ്ലവ കവി ഉണ്ടായിരുന്നു. ആ കവിയുടെ തൂലികയിൽ പിറന്ന വരികളായിരുന്നു ആ വരി എന്ന് പറയുന്നത്. എന്റെ യുവത്വം എന്ന കവിതയാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായത് മനസ്സിലാക്കണം. TS തിരുമുമ്പ് എന്ന് പറയുന്നത് EMS പണ്ട് പറഞ്ഞിട്ടുണ്ട്, പാടുന്ന പടവാളെന്നായിരുന്നു TS തിരുമുമ്പിലിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ആ തിരുമുമ്പിലിന്റെ കവിതാ ശകലമാണ് അന്ന് രാഷ്ട്രീയ ആയുധമായി VS അച്യുതാനന്ദൻ എടുത്തു പ്രയോഗിച്ചത്. ആ ഒരു ആയുധത്തിന് മുന്നിൽ കീഴടങ്ങുകയെ
അന്നത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കീഴടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പിന്നീട് അതിനുശേഷം മുഖ്യമന്ത്രിയായി ഈ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന VS നമ്മൾ കണ്ടു. 3 തവണ പ്രതിപക്ഷ നേതാവായി വലിയ രീതിയിൽ നിയമസഭയിൽ കോളിളക്കം സൃഷ്ടിച്ചു. തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ പ്രസംഗം കൊണ്ട് ഉറ്റുനോക്കിയിരുന്നു. അല്ലെങ്കിൽ എന്താണ് ഇനി VS പറയാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അതിനെ എങ്ങനെ എതിർക്കണം, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി തലപുകഞ്ഞ കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നു പല പാർട്ടികൾക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലഘട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു VS സുവർണ്ണ കാലഘട്ടം. VS കാലഘട്ടം നമ്മൾ പറയുമ്പോൾ പോലും അത് 3ആയി തിരിച്ചു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 1940-ലാണ് VS തന്റെ പാർട്ടി ജീവിതം തുടങ്ങുന്നത്. സഖാവ് P. കൃഷ്ണപിള്ള അന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ആ തീരുമാനം വെറുതെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് യുവനിരയിലേക്ക് ഒരു പുതിയ ചെറുപ്പക്കാരനെ സഖാവ് P. കൃഷ്ണപിള്ള കേരളത്തിലെ CPI എന്ന പാർട്ടിയുടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന P. കൃഷ്ണപിള്ളയുടെ തീരുമാനമായിരുന്നു. ഈ കൃഷ്ണപിള്ള തിരഞ്ഞെടുത്തതായിരുന്നു ഈ VS അച്യുതാനന്ദൻ എന്ന ഈ യുവ നേതാവിനെ. അന്ന് 1940 തുടങ്ങുന്നു VS അച്യുതാനന്ദൻ എന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം. പിന്നീട് 1940 മുതൽ 80 വരെയുള്ള കാലഘട്ടം പാർട്ടിയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 80-ന് ശേഷം പിന്നീട് അദ്ദേഹം കൂടുതൽ സ്ഥാനമാനങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കുന്നു, സംസ്ഥാന സെക്രട്ടറി ആകുന്നു. അതിനുശേഷം പിന്നീട് 2001 വരെ, 81 മുതൽ 2001 വരെ പാർട്ടിയെ കാർക്കശ്യത്തോടെ നോക്കിക്കണ്ട, പാർട്ടി നിലപാടുകൾ കൃത്യമായി എടുത്ത, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പല പ്രതിസന്ധികൾ പോലും തന്റെ തന്മയത്വപൂർവ്വമുള്ള വാക്കുകളിലൂടെയും അതോടൊപ്പം തന്നെ പെരുമാറ്റത്തിലൂടെയും എല്ലാം അതിനെ പിടിച്ചു നിർത്തി ആ ഒരു വൻമരം എന്ന പോലെ, കാറ്റത്തുലയാത്ത വൻമരം എന്ന പോലെ ആ ഒരു കാലഘട്ടത്തിൽ പോലും സംസ്ഥാന സെക്രട്ടറിയായി ആ ഒരു പാർട്ടിയെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ച ഒരു നേതാവ്. അതിനുശേഷം 2001 മുതൽ 3-ാം ഘട്ടം തുടങ്ങുകയാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിലേക്കുള്ള VS അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ഉയർച്ചയായിരുന്നു. ആ ഉയർച്ച പിന്നീട് പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ അദ്ദേഹം വാണത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പലതരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളും നടന്നു. നിശബ്ദനായി നിന്നിരുന്ന VS നമ്മൾ കണ്ടിട്ടുണ്ട്. പല സംസ്ഥാന സമ്മേളനങ്ങളും ആഞ്ഞടിച്ച VS നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള VS നമുക്ക് കാണാൻ സാധിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിൽ ഇവിടെ വന്ന് അവസാനമായി VS കണ്ട് മടങ്ങുന്ന അപാലവൃദ്ധം ജനങ്ങളും വൃദ്ധരായ ജനങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടു. അവരങ്ങനെ കണ്ട് ഒരു നോക്ക് കണ്ട് അവസാനമായി വാനത്തേക്ക് മുഷ്ടി ചുരുട്ടി വിപ്ലവാഭിവാദ്യമർപ്പിച്ച് അവർ മടങ്ങുകയാണ്. മടങ്ങും മുമ്പ് അവർ മനസ്സിലും പറയുന്നു, ഒപ്പം തന്നെ ഉറക്കെയും പറയുന്നു, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളുടെ റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് കോംറേഡ്. തീർച്ചയായും കാളിദാസ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോടും എന്തും തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു നേതാവായിരുന്നു തൻ്റെ. ചേരുന്നുണ്ട് സതീശൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ സതീശൻ, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? 20 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ വേഷം ജനനായകൻ നാടകത്തിൽ ഞാനാണ് അവതരിപ്പിച്ചത്. അന്ന് ഞങ്ങളുടെ ഫൈനൽ റിഹേഴ്സൽ കാണുവാൻ പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ വരികയും നാടകം കണ്ടതിന് ശേഷം എന്നെയും മറ്റുള്ള കലാകാരന്മാരെയും അഭിനന്ദിക്കുകയും നന്നായി എന്ന് പറയുകയും ചെയ്തു. ഹലോ, തീർച്ചയായും താങ്കൾ ഇതിനു മുൻപ് VS അച്യുതാനന്ദനെ കണ്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അത് ഒന്ന് വിവരിക്കാമോ? വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം താങ്കളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്.
അച്യുതാനന്ദന് അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ചെറിയ കുട്ടികളടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിനെ കാണാനായി അവസാനമായി തങ്ങളുടെ VSനെ കാണുവാനായി എത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു പൊതുദർശനത്തിൽ, ഈ ഒരു വിലാപയാത്രയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിന് മരണവാർത്ത അറിഞ്ഞ ആ നിമിഷം മുതൽ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി എത്തിയത്. 10,000-ങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പ്രായം ഭേദമെന്ന് നിരവധി ആളുകളെത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചെറിയ കുട്ടികളടക്കം അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാനായി എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവർക്കെല്ലാം, ഈ ഒരു കൊച്ചു കുട്ടികൾക്കെല്ലാം ഈ ഒരു മാതാപിതാക്കൾ പറഞ്ഞു നൽകിയ ഒരു അറിവായിരിക്കും VS അച്യുതാനന്ദൻ, അല്ലെങ്കിൽ അച്ചുമാമ എന്ന് വിളിക്കുന്ന VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ. മുതിർന്നവരിൽ നിന്ന് ലഭിച്ച ഓർമ്മകളായിരിക്കാം. നമ്മളോടൊപ്പം നിരവധി കുട്ടികൾ ഓർമ്മകൾ പങ്കുവച്ചതും നമുക്കറിയാം. നിരവധി ആളുകൾ VS അച്യുതാനന്ദനെ നെഞ്ചിലേറ്റുന്നുണ്ട് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞ് എത്തിയ ആളുകൾ, അദ്ദേഹത്തെ അവസാനമായി കാണുവാനെത്തിയ ആളുകൾ. ആന്റണി, തുടരാം. വേലിക്കകത്ത് വീട്ടിലെ VSന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. VSന്റെ അവസാനത്തെ വരവാണ് വേലിക്കകത്ത് വീട്ടിലേക്കുള്ള. ആ വരവിൽ നാട്ടുകാരെല്ലാം ഇന്ന് എത്തിയിട്ടുണ്ട്. കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്ന്, കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നുമൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ വന്ന് കാത്തു നിൽക്കുകയാണ് ഈ പുന്നപ്രയിലെ ഈ വീട്ടിന് മുന്നിൽ. ഏതായാലും എല്ലാവർക്കും കാണാൻ അവസരമൊരുക്കുമെന്ന് നേരത്തെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഈ സംസ്കാര ചടങ്ങുകളിലടക്കം ക്രമീകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടെ പൊതുദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വിശ്വനാഥനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ വിശ്വനാഥൻ, താങ്കൾ ഒരു ആലപ്പുഴക്കാരനാണ്. അതുകൊണ്ട് തന്നെ VSനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? നമസ്കാരം ശ്രീ